നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്രിയേറ്റിംഗ് എ സീരീസ് ഫ്രം എൻ എറേ തന്നെയാണ്, വിത്ത് ഇൻഡെക്സ് ആണ് പറയാൻ പോണത്. നേരത്തെ നമ്മൾ വിത്തൗട്ട് ഇൻഡെക്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് പാൻഡാസ് എസ് PD1, പിന്നെ നംപൈ എസ് NP1 എന്ന് വെച്ചാൽ എന്താ, പാൻഡാസിന്റെ ഒബ്ജക്റ്റും അതുപോലെ നംപൈയുടെ ഒബ്ജക്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി np1.arrayയിൽ നമ്മൾ ABCD എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് SS ഈക്വൽ ടു p1.സീരീസിൽ data.index ഈക്വൽ 100, 101, 102, 103 എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് സെറ്റ് ചെയ്തു. നമ്മൾ ഇൻഡെക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് 0 ഓൺവേർഡ്സ് ഇൻഡെക്സ് ആണ് വരിക. ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുത്തു, പ്രിന്റ് എസ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇൻഡെക്സ് എന്ന് പറയുന്നത് 100 തൊട്ട് അതുപോലെ നമ്മുടെ കണ്ടന്റ് ABCD വരും. അത് കഴിഞ്ഞ് ഡാറ്റ ടൈപ്പ് ഓബ്ജക്റ്റ് ഇൻഡെക്സ് ഇവിടെ നമുക്ക് 100, 101, 102, 103. അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഇൻഡെക്സ് നമ്മുടെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വി ആർ ഗിവിങ് ഇറ്റ് വിത്ത് ഇൻഡെക്സ്. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ടിലുള്ള ഡിഫറൻസ് കേട്ടോ.